യെസ്, അപ്പോൾ ന്യൂസ് മോർണിംഗ് വിശദമാകുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് പശ്ചിമേഷ്യയിലേക്കാണ്. സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ ലോകത്തിനുണ്ട്, എന്തൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, ആശ്വാസ വാർത്ത ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈറ്റ് ഹൌസിൽ ട്രംപ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചേക്കും. വഴിമുട്ടിയ ചർച്ചയും ഇറാൻ വിഷയത്തിൽ ഇനി സ്വീകരിക്കേണ്ട നിലപാടുകളുമാണ് പ്രധാന അജണ്ടയെന്ന് US മാധ്യമം ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി റഷ്യയിലെത്തി. ഇസ്ലാമാബാദിലെ ചർച്ചയ്ക്ക് ശേഷമാണ് അറാഗ്ചി റഷ്യയിലെത്തിയത്. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് അതിരാവിലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും പരിശോധിക്കുന്നത്. ഇന്നും അതിന് മാറ്റമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖലയിൽ നടക്കുന്ന ഇറാൻ സംഘർഷവും അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഇരു കക്ഷികളും തമ്മിൽ നേരിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ എത്രത്തോളം മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഇനിയും പങ്കുവഹിക്കാൻ കഴിയും? ജിൽസി, ഗുഡ് മോർണിംഗ്. എന്തായാലും പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമാധാന നിർഭരമായിട്ടുള്ള ഒരു പശ്ചിമേഷ്യയിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പുകളാണ് പിന്നിട്ട 48 മണിക്കൂറുകളിലധികമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി സംഘവും ആദ്യം ഇസ്ലാമാബാദിലെത്തുന്നു. വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അവിടെ നിന്ന് നേരെ ഒമാനിലേക്ക് വരുന്നു. ഒമാൻ നേതൃത്വവുമായിട്ട് ചർച്ച നടക്കുന്നു. ആ ഒമാനിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈജിപ്ത്, തുർക്കി, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് തിരക്കിട്ട ആശയവിനിമയങ്ങൾ തുടരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഇന്നലെ രാത്രി അബ്ബാസ് അറാഗ്ചി ഇസ്ലാമാബാദിലെത്തുന്നു. പാക് പട്ടാള മേധാവി അസീം മുനീറുമായിട്ട് വിശദമായിട്ടുള്ള ചർച്ച നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അറാഗ്ചി ഇന്നിപ്പം റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ടുള്ള ഒരു നിർണായക ചർച്ച നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സംഘർഷത്തിൽ നിലവിലുള്ള ഈ ചർച്ചകൾ വഴിമുട്ടിയ ഒരു സാഹചര്യത്തിൽ പുടിന്റെ റഷ്യ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം, മേഖലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. ആ ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. അതൊരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ന് വൈകിട്ട് വൈറ്റ് ഹൌസിൽ നിർണായകമായിട്ടുള്ളൊരു യോഗം വിളിച്ചു ചേർക്കുന്നതായിട്ട് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പെന്റഗൺ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന യോഗത്തിലുള്ള പ്രധാന ഘടകം എന്ന പ്രധാന അജണ്ട എന്നത് ഇപ്പോൾ വഴിമുട്ടിയിരിക്കുന്ന ഇറാനുമായിട്ടുള്ള ചർച്ച, അതോടൊപ്പം തന്നെ ഇനി ഇറാന്റെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചുള്ള സുപ്രധാന ചോദ്യത്തിനുള്ള ഉത്തരം തേടൽ. ഇതാണ് ഇപ്പോൾ ഇന്ന് വൈറ്റ് ഹൌസിൽ നടക്കാൻ പോകുന്ന ചർച്ചയുടെ കാതലെന്നാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതായത് ഹോർമുസ് പ്രതിസന്ധിയാണ് ലോകത്തെയും ഈ മേഖലയെയും വലിയ തോതിൽ തന്നെ ഇപ്പോൾ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യ അജണ്ടയാക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കുക, തുടർന്ന് ഹോർമുസിന്റെ മേൽ തങ്ങൾക്കുള്ള പരമാധികാരം, ആ പരമാധികാരത്തിൽ തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല, പക്ഷേ ഒരു കൃത്യമായിട്ടുള്ളൊരു ഏകോപനം നടത്തിക്കൊണ്ട് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ തങ്ങൾ ഒരുക്കമാണ് ഉപാധികളുടെ അടിസ്ഥാനത്തിൽ എന്നാണ് ഇപ്പോൾ ഈ നിർദ്ദേശത്തിൽ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആണവ സാങ്കേതികതയുമായി ബന്ധപ്പെട്ട വിഷയം അത് പിന്നീട് ഈ നിലവിലുള്ള വെടിനിർത്തൽ കുറെ കൂടി ദീർഘകാലത്തേക്ക് നീട്ടുകയാണെങ്കിൽ അത്തരം ഒരു ഘട്ടത്തിൽ നിർണായകമായിട്ടുള്ള യുറേനിയം സമ്പുഷ്ടീകരണം, അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കൈമാറ്റം ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാം. അത് പിന്നീടാകാം എന്നതാണ് ഇപ്പോൾ ഇറാൻ നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പുതിയ നിർദ്ദേശം. പക്ഷേ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് സ്വീകാര്യമാകും എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആണവ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല, അതിൽ പൂർണ്ണമായിട്ടും ഇറാൻ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, എങ്കിൽ മറ്റ് കാര്യങ്ങളിൽ തങ്ങൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ട്രംപ് സൂചന നൽകിയിരിക്കുന്നത്. പക്ഷേ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന, ഇറാൻ സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളിൽ ഒരുവിധ ഒത്തുതീർപ്പിനുമില്ല. അതൊന്ന് ആണവ വിഷയത്തിൽ തന്നെയാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു നിലക്കും അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു രാജ്യത്തിനും കൈമാറാൻ ഒരുക്കമല്ല. അതോടൊപ്പം തന്നെ ഈ യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് ഒരു നിശ്ചിത കാലയളവിലേക്ക് വേണമെങ്കിൽ നിർത്തിവെക്കാം, പക്ഷേ അത് കഴിഞ്ഞാൽ തങ്ങളുടെ ഒരു പരമാധികാരം ഉള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് അത് തുടരാനുള്ള സ്വാഭാവികമായിട്ടുള്ള അനുമതി തങ്ങൾക്ക് ലഭിക്കണമെന്നാണ്. മറ്റൊന്നുള്ളത് ഹോർമുസ് കടലിടുക്കിന് മേലുള്ള തങ്ങളുടെ സമ്പൂർണ്ണ അധികാരം ലോകം അംഗീകരിച്ചേ മതിയാകൂ. അതല്ല എങ്കിൽ കൂടുതൽ കലുഷിതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുമെന്നാണ്. ഇനി ഈ കാര്യത്തിൽ രാത്രി ചേരുന്ന വൈറ്റ് ഹൌസിൽ പോകാതെ നിൽക്കുന്നത്, അതിലൊക്കെ എന്ത് തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് നിർണായകമാണ്. അതിനപ്പുറത്തേക്ക് നാസർ, നമുക്കറിയാം ഈ ഒരു ചർച്ചയുടെ മേശയിലേക്ക് ഇരു രാജ്യങ്ങളെയും എത്തിക്കുന്നതിൽ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ പങ്ക് നിർണായകമാണ്. അങ്ങനെയാണെങ്കിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുടെ റഷ്യ സന്ദർശനത്തെ ഈ വേളയിൽ എങ്ങനെ കാണണം? അത് ഏത് രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും? നിർണായകമായ ചർച്ചകൾക്ക് വഴിവെക്കുമോ ഈ ഒരു സന്ദർശനം?
ജിൽസി, തീർച്ചയായിട്ടും റഷ്യയും ചൈനയും തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള റോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മധ്യസ്ഥ രാജ്യങ്ങൾ പോലും പിന്നെ പരോക്ഷമായിട്ട് അവർ ആശയവിനിമയം നടത്തുന്ന പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ ചൈനയും റഷ്യയും തന്നെയാണ്. കാരണം ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വലിയ തോതിൽ തന്നെ വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ കുറ്റപ്പെടുത്തുന്നത് റഷ്യയും ചൈനയുമാണ്. ഈ രണ്ട് രാജ്യങ്ങളും വലിയ തോതിൽ തന്നെ ഇറാനെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ആ സഹായമൊന്നും തന്നെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ സൈനികമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരക്കും ബാധിക്കാൻ പോകുന്നില്ല എന്ന് സമാശ്വസിക്കുന്ന ഘട്ടത്തിൽ പോലും പിന്നെ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറിയും സാങ്കേതിക സഹായങ്ങൾ കൈമാറിയും ആയുധങ്ങൾ നൽകിയും ഈ രണ്ട് രാജ്യങ്ങളും പിന്നെ ഇറാന്റെ പിന്നിലുണ്ട് എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു പ്രതികരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ നടത്തിയ പ്രതികരണങ്ങളിൽ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം പുടിനുമായിട്ട് നടക്കുന്ന ചർച്ചയിൽ ഇറാൻ പ്രധാനമായിട്ടും ആവശ്യപ്പെടാൻ പോകുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ആക്രമണം തങ്ങൾക്ക് നേരെ ഇനിയും അമേരിക്ക അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത്തരമൊരു ഘട്ടത്തിൽ തങ്ങൾക്കൊപ്പം തന്നെ നിലയുറപ്പിക്കണം എന്ന ഒരു ആവശ്യം ഇറാൻ ഉന്നയിച്ചേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം ഒരു രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട സമാധാന പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ ആണവ സംവിധാനം വളരെ പ്രധാനമാണ് എന്ന നിലപാട്, അതിലേക്ക് റഷ്യയുടെ പൂർണ്ണ പിന്തുണ തേടുക എന്നതും ഈ യാത്രയുടെ ലക്ഷ്യമാണ്. ചൈനയുമായിട്ടും ഇറാൻ വളരെ തിരക്കിട്ട ആശയവിനിമയങ്ങൾ തുടരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ നൽകുന്ന വലിയ തോതിലുള്ള ഒരു നയതന്ത്രമായിട്ടുള്ള പിന്തുണ, ആ പിന്തുണ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ നിർണായകമാണ്. അമേരിക്ക ഒരുപക്ഷെ പേടിക്കുന്നതും അതാണ്. കാരണം ഒരു യുദ്ധത്തിലേക്ക് ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരമൊരു ഘട്ടത്തിൽ അമേരിക്കയും ചൈനയും ഇറാനെ പിന്തുണയ്ക്കാൻ രംഗത്ത് വരികയാണെങ്കിൽ അത് വലിയ തോതിലുള്ള യുദ്ധം വിപുലമാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ആ സാധ്യതകൾ അമേരിക്ക ഇപ്പോൾ ആശങ്കയോടുകൂടി തന്നെ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും റഷ്യയും ചൈനയും തന്നെ ആയിരിക്കും ഈ ഒരു നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ പിന്നെ ഇറാനുമായിട്ടുള്ള അവരുടെ സമീപനം എന്തായിരിക്കും എന്ന് സംബന്ധിച്ച ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ നിലവിൽ നയതന്ത്ര തലത്തിലുള്ള പൂർണ്ണ പിന്തുണ ഇറാന് ഈ രണ്ട് രാജ്യങ്ങളും നൽകുന്നുണ്ട്. പക്ഷെ ഗൾഫ് രാജ്യങ്ങളും മറ്റും ഒക്കെ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി തീരണമെന്നാണ്. അതുകൊണ്ട് ഇറാനും റഷ്യയുമായിട്ട് ഗൾഫ് രാജ്യങ്ങളും ആശയവിനിമയം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജിൽസി, തീർച്ചയായിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സാഹചര്യം മാറി സമാധാനത്തിലേക്ക് വഴി ഒരുങ്ങണമെന്ന് ലോകരാജ്യങ്ങളൊക്കെ ആഗ്രഹിക്കുമ്പോൾ പക്ഷേ അതിനുള്ള കടമ്പകൾ ഇനിയും കുറച്ചധികം കടക്കേണ്ടി വരുമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അപ്പോൾ നാവിക ഉപരോധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു സമവായത്തിലേക്ക് എത്താൻ ഇരു രാജ്യങ്ങൾക്കും ആയിട്ടില്ല എന്നത്. പക്ഷേ അതിനപ്പുറത്ത് മധ്യസ്ഥ രാജ്യങ്ങൾ അവരുടെ ശ്രമം തുടരുന്നുണ്ട്. പല രീതിയിലുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെയും ഇറാന്റെയും ഭാഗത്തുണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒരു നേരിട്ട ചർച്ചകളിലേക്ക് എത്തുമോ, സമാധാനം പുലരുമോ എന്നുള്ളതൊക്കെ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.